Yeah, when you come straight, you can see a river near my house. Then turn left. Okay, okay, buddy. Hey, what nonsense are you saying? There is no river near your house. No, I mean uh, hey, you should say pond, not river. അപ്പോൾ കുളത്തിന് റിവർ എന്നല്ലേ പറയാ? അതെങ്ങനെയാടോ? കടലിന് തനിക്ക് റിവർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? ജലാശയങ്ങൾ പലതാ, അപ്പോൾ പലതിനും പല പേരാണ്. അത് നമ്മൾ അറിയണം അല്ലേ? കുന്നിൻ്റെ മുകളിൽ നിന്നോ അല്ലെങ്കിൽ കാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ കളകളനാദം മുഴക്കിയിട്ട് വരുന്ന നീരുറവകൾ ഉണ്ടാവാറില്ലേ? അതിന് നമ്മൾ എന്താ പറയാ? സ്ട്രീം എന്നാ പറയാ. സ്ട്രീം, അരുവി കേട്ടോ. അരുവിക്ക് എന്താ പറയണ്ടേ? സ്ട്രീം. The water in the stream is very cold. The water in the stream is very cold. ആ അരുവിയിലെ വെള്ളത്തിന് നല്ല തണുപ്പാണ്. അപ്പോൾ ഞാൻ ആദ്യം ഫോൺ ചെയ്തിട്ട് അയാൾക്ക് വഴിതെറ്റി പറഞ്ഞു കൊടുത്തില്ലേ? നമ്മുടെ റിവർ എന്ന് പറഞ്ഞില്ലേ? എന്താ അപ്പോൾ ഈ റിവർ എന്ന് പറഞ്ഞാൽ അല്ലേ? നമ്മുടെ പുഴ, നദി, അതാണ് കേട്ടോ. റിവർ എന്ന് പറഞ്ഞാൽ അരുവിയേക്കാൾ വലുതായിരിക്കും. അതായത് വലിയ ജലാശയങ്ങളിലേക്ക് പോകുന്നത്, കടല്, കായലിലേക്കൊക്കെ പോവില്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിവർ എന്ന് പറയുന്നത് അല്ലേ? വി ലവ് ടു സ്വിം ഇൻ ദ റിവർ. ഞങ്ങൾക്ക് പുഴയിൽ നീന്താൻ ഭയങ്കര ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ്. ഇനി 4 ഭാഗവും കരയാൽ ചുറ്റപ്പെട്ട ആഴമുള്ള ജലാശയത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലേക്ക്. അതായത് തടാകം കേട്ടിട്ടില്ലേ? തടാകത്തിന് എന്താ പറയാ? ലേക്ക്. അരുവിക്ക് എന്താ പറയാ? സ്ട്രീം. പുഴയ്ക്കോ? റിവർ. പൂക്കോട് ലേക്ക് ഇസ് എ ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ട് ഇൻ വയനാട്. പൂക്കോട് ലേക്ക് ഇസ് എ ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ട് ഇൻ വയനാട്. പൂക്കോട് തടാകം വയനാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്, ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇനി ലേക്കിൻ്റെ അത്ര വലിപ്പമില്ലാത്ത, ആഴമില്ലാത്ത നമ്മുടെ അമ്പലത്തിലും വീട്ടിലൊക്കെ കാണുന്ന ചെറിയ കുളമില്ലേ? അതിന് പറയുന്ന പേരാണ് പോണ്ട്. ലേക്ക് എന്ന് പറയുമ്പോൾ നല്ല വലുതായിരിക്കും, ആഴമുള്ളതായിരിക്കും. പക്ഷെ പോണ്ട് എന്ന് പറഞ്ഞാൽ അത്ര വലുതായിരിക്കില്ല, അത്ര ആഴം ഉണ്ടാവില്ല. നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ കാണാറുള്ള ആ കുഞ്ഞു കുളം. There is a small pond near my house. ആദ്യമേ ഫോൺ ചെയ്യുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ? There is a small pond near my house. എൻ്റെ വീടിൻ്റെ അടുത്ത് ചെറിയൊരു കുളമുണ്ട്. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോൾ പാട്ടൊന്നു പാടടി കക്കറുമ്പി. കായൽ എന്താ പറയുക? കായലിന് ബാക്ക് വാട്ടർ. എന്താ പറയണ്ടേ? ബാക്ക് വാട്ടർ. ഇതിന് നമ്മൾ ലഗൂൺ എന്നും പറയാറുണ്ട് കേട്ടോ. കായലിന് We enjoyed a houseboat ride in the backwater. ഉപ്പുവെള്ളം നിറഞ്ഞ ആ വലിയ ജലാശയത്തെ നമ്മൾ എന്താ പറയാ? സീ. I love to watch the sunset at the sea. എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കും അല്ലേ? ഇനി മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇങ്ങനെ കുതിച്ചൊഴുകുന്ന ആ ഒരു ഭംഗിയുള്ള കാഴ്ചയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് വാട്ടർഫോൾ. നമ്മുടെ സ്വന്തം വെള്ളച്ചാട്ടം. ആതിരപ്പള്ളി is a famous waterfall in Kerala. ഇനി മഴ പെയ്യുമ്പോൾ വീഴുന്ന ആ വെള്ളത്തുള്ളികളെ നമ്മൾ പറയുന്ന പേരെന്താ? റെയിൻ ഡ്രോപ്സ് എന്നാണ് അല്ലേ? റെയിൻ ഡ്രോപ്സ്, അതായത് മഴത്തുള്ളികൾ, റെയിൻ ഡ്രോപ്സ്. എന്നാൽ ഇലകളുടെ അറ്റത്തും അതുപോലെ പുല്ലിൻ്റെ ആ ഒരു അറ്റത്തൊക്കെ കാണുന്ന ആ ഭംഗിയുള്ള വെള്ളത്തുള്ളിയില്ലേ? രാവിലെ ഒക്കെ നമ്മൾ കാണാറില്ലേ? അതിനെന്താ നമ്മൾ പറയാ? അതാണ് ഡ്യൂ ഡ്രോപ്സ്, മഞ്ഞുതുള്ളി. Look at the dewdrops on the grass. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകൾ ഒന്ന് ഷെയർ ചെയ്യണേ.